ഇത് ചെമ്പാൻ എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. ഇത് നമുക്കിന്നൊന്ന് കറി വെച്ച് നോക്കാം കേട്ടോ. 3 മീനാണ് മേടിച്ചിട്ടുള്ളൂ. 1/2 കിലോ മീനാണ് കേട്ടോ ഇത്. ഇതിൻ്റെ തൊലി പൊളിച്ച് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. പെട്ടെന്ന് തൊലി പൊളിഞ്ഞ് വരും കേട്ടോ, എളുപ്പമുള്ള മീനാണ്. അതിനുശേഷം ഇത് വട്ടത്തിൽ കുഞ്ഞായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കഴുകി നന്നായിട്ട് ക്ലീനാക്കി വെച്ചേക്കണ മീനാണ് കേട്ടോ ഇത്. നമുക്കിത് കറി വെച്ച് നോക്കാം. കറി വയ്ക്കാൻ വേണ്ട സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി ഉണ്ട്, കറിവേപ്പില, പച്ചമുളക്. ഇത് ഇവിടെ ഉണ്ടായ പച്ചമുളകാണ് കേട്ടോ, സാധാ പച്ചമുളകല്ല. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കടുകും ഉപ്പും ഉലുവയും ആവശ്യത്തിന് വേണം കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക് നന്നായി പൊട്ടി തുടങ്ങി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഞാനിടാറുണ്ട്. നന്നായിട്ട് കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടി കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. ഞാൻ വെളുത്തുള്ളിയാണ് ആദ്യം ചേർക്കുന്നത്. എല്ലാവരും എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ഫസ്റ്റിലെ വെളുത്തുള്ളി ആട്ടോ ചേർക്കാറ്. വെളുത്തുള്ളി പയ്യൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് പിന്നെ ഞാൻ ഇഞ്ചി ചേർക്കും. ഇഞ്ചി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് പച്ചമുളക് ഇടും കേട്ടോ. എന്നിട്ട് പയ്യൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പച്ചമുളക് പൊട്ടിത്തെറിക്കും കേട്ടോ. ഞാനിത് ഇളക്കിക്കൊണ്ടിരുന്നപ്പം മുളക് പൊട്ടിത്തെറിച്ചതിൻ്റെ മേത്തേക്ക് ഞാൻ പേടിച്ചു പോയി സത്യത്തിൽ. ഇനി കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇടണം. ഇത് 3 കൂടെ 4 കൂടെ നന്നായിട്ട് വറുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മുളക് പൊടി പയ്യെ മൂത്ത് കഴിയുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ. മല്ലിപ്പൊടി എല്ലാവരും തന്നെ മീനിൽ ചേർക്കാറില്ല, പക്ഷേ ഞങ്ങൾ ഇടുക്കിക്കാർ മല്ലിപ്പൊടി മീൻ കറിയിൽ ചേർക്കാറുണ്ട് കേട്ടോ. കുഞ്ഞുള്ളി ചേർക്കാറില്ല. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ശേഷം അതിനകത്തേക്ക് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം കേട്ടോ. കറണ്ട് പോയി, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയ്ക്ക് വെട്ടമില്ലാത്തത്. എമർജൻസി ഒന്നുമില്ല. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മീനിൻ്റെ ചാറ് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും കുടംപുളി ഇട്ട് കൊടുക്കാം കേട്ടോ. കുടംപുളി 3-4 ചുള ഇട്ട് കൊടുക്കും. എന്നിട്ടത് തിളച്ച് നന്നായിട്ട് തിളയ്ക്കും. തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് നോക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. മീൻ ഇപ്പം ഇളക്കി കൊടുക്കത്തില്ല, കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. മീൻ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ടോ. ഉപ്പും മുളകൊക്കെ പാകമാണ്. മൂടി വെക്കണം കേട്ടോ. മീൻകറി മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ. ചാറൊക്കെ പറ്റി തുടങ്ങി. ഞാൻ കുറച്ച് ചാറ് കൂട്ടിയാണ് വെക്കാറ്, പിന്നെ അത് പറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. മീൻകറി റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ചാറൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. ഞാൻ പച്ച വെളിച്ചെണ്ണ വാങ്ങാറ് നേരത്തെ കുറച്ച് ഒഴിക്കാറുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 കറിവേപ്പില തണ്ടോട് കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ഈ മീൻ ആദ്യമായിട്ട് കറി വെക്കണതാണ് കേട്ടോ ഞാൻ.
അപ്പം മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ചെമ്പാൻ മീൻകറി. മീൻകറിക്ക് ടേസ്റ്റൊക്കെ ഉണ്ട്. മീൻ കുഴപ്പമില്ലാത്ത മീനാണ്. ഒരു ചൂരയുടെ പോലെയൊക്കെ ഇരിക്കുന്ന മീനാണ് കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, നല്ല മീനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ലോങ് വീഡിയോസ് ഇടാറില്ല, ഷോർട്ടാണ് കൂടുതൽ ഇടാറ്. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.